Hello, Assalamu alaikum. Once again, welcome back to Hasna's henna hut. ഇനി നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് കറിവേപ്പില വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് ഈ ഒരു ബോട്ടിലിന് ബ്ലാക്ക് ബേസ് പെയിൻറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോഞ്ച് വെച്ചിട്ട് ബേസ് പെയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഇതുപോലത്തെ കുറച്ച് കറിവേപ്പില ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ കറിവേപ്പില തണ്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറിൻ്റെ മേലെയായിട്ട് വെച്ചിട്ട് ഞാനിവിടെ മെറ്റാലിക് ബ്രോൺസ് ആക്രിലിക് പെയിൻറ്റ് ഇതിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷൈനിങ് ഉള്ള ഏത് കളറ് ആക്രിലിക് പെയിൻറ്റും നിങ്ങൾക്ക് ഇതിന് വേണ്ടി കൊടുക്കാം കേട്ടോ. ഇലകൾ മാത്രം നമുക്കിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് സൈഡും നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫ്രണ്ട് സൈഡ് മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് സൈഡ് മാത്രമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ലീഫിനും ഇതുപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം ഞാനിവിടെ ഓരോ ലീഫായിട്ട് ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പിലേൻ്റെ ഇലകൾ മൊത്തം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഫസ്റ്റ് റോല് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വലിയ ടൈപ്പ് ഇലകളാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിന് വേണ്ടി കറിവേപ്പില തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ഇലകളും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആദ്യത്തെ റോ കംപ്ലീറ്റ് കുറച്ച് വലിയ ടൈപ്പ് ഇതുപോലത്തെ കറിവേപ്പിലയുടെ ഇലകൾ വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെറുതും വലുതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, നമ്മൾ മേലത്തെ പോർഷൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് മറ്റേ സൈഡിലും ഈ സെയിം തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റിലായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മേലത്തെ പോർഷൻ ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേലത്തെ പോർഷനിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഇതുപോലെ ഞാൻ ചെറിയൊരു ഡോട്ട് വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ കറിവേപ്പില വെച്ചിട്ടുള്ള നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു ഷൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാർണിഷും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്താൽ നമുക്ക് ക്ലീനിങ് ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ മാത്രമല്ല അത് കുറച്ചും കൂടി ഡ്യൂറബിളും ആയിരിക്കും. നമുക്ക് പെട്ടെന്നൊന്നും അത് കേടായി പോകത്തില്ല. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.